അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഉലൂമുദ്ദീനിന്റെയും വർക്ക് ബുക്കിന്റെയും 16ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അൽ മുഅ്മിനു ലാ യക്ദിബു, വിശ്വാസി കളവ് പറയില്ല എന്നാണ് അർത്ഥം. ഇതിൽ പറയുന്നത് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഒരിക്കൽ പറഞ്ഞു, സമ്പത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒരിക്കലും കളവ് പറയരുത്. ആ അടിസ്ഥാനത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു യാത്ര ചെയ്തപ്പോ കൊള്ള സംഘം പിടികൂടിയിട്ട് ചോദിച്ചു, നിന്റെ അടുത്ത് എന്താണുള്ളത്? എന്റെ അടുത്ത് ഇത്ര പണം എന്റെ ഉമ്മ എന്റെ കോട്ടിന്റെ ഉള്ളിൽ തുന്നി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കാരണമായി ആ കൊള്ളക്കാർ നല്ല മനുഷ്യരായി എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യസന്ധത എന്നുള്ളത് പ്രയാസമാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്നാണ് ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊന്ന് വായിക്കാം. ഇറാനിലെ ജീലാൻ ഗ്രാമത്തിലാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ചത്. ചെറുപ്പത്തിലെ ഉപ്പ അബൂ സാലിഹ് വഫാത്തായി. ഉമ്മ ഫാത്തിമയാണ് പിന്നീട് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയത്. അറിവ് നേടാൻ മഹാൻ ബഗ്ദാദിലേക്ക് പോകാൻ ഒരുങ്ങി. കച്ചവടക്കാരുടെ കൂടെയാണ് യാത്ര. പുറപ്പെടുമ്പോൾ ഉമ്മ മകനെ വിളിച്ച് ചെലവിനുള്ള പണം കോട്ടിന്റെ ഉൾഭാഗത്ത് വെച്ച് തുന്നിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, കളവ് പറയരുത്. സത്യവിശ്വാസം ഒരിക്കലും കളവ് പറയില്ല. വഴിയിൽ അവരെ ഒരു കൊള്ള സംഘം ആക്രമിച്ചു. ഒരു കൊള്ളക്കാരൻ ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിന്റെ അടുത്ത് എന്താണുള്ളത്? 40 സ്വർണ്ണ നാണയങ്ങൾ. ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കൊള്ളക്കാർ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താണ് സത്യം പറയാൻ കാരണം? മഹാൻ പറഞ്ഞു, സത്യവിശ്വാസി കളവ് പറയില്ല. ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ധത കൊള്ളക്കാർ അത്ഭുതപ്പെടുത്തി. അവർ തൗബ ചെയ്ത് നല്ലവരായി തീർന്നു. ഖുലിൽ ഹഖ വലൗ കാന മുറൻ, കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക എന്നതാണ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നഖർ വനഫം, ഗ്രാമം, വില്ലേജ്. കൊള്ള സംഘം, റോബേഴ്സ്, സത്യസന്ധത, ഹോണസ്റ്റി. ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാഖിനടുത്തുള്ള രാജ്യം. ബഗ്ദാദ് ഇറാഖിന്റെ തലസ്ഥാനം. സിദ്ഖുൻ, സത്യസന്ധത. ലിസ്സുൻ, കള്ളൻ. അബുൻ, ഉപ്പ. ഉമ്മുൻ, ഉമ്മ. സഫറുൻ, യാത്ര. കദിബുൻ, കളവ്. ഇതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ള പദങ്ങൾ. നുൻഷിദ്, നമുക്കൊരു പാട്ട് പാടാം. കളവ് പറയൽ എന്നും ചെന്നാരെ, കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ. മുഹീദ്ദീൻ മാലയിൽ എന്നുള്ളൊരു വരിയാണ്. ദഫ്തർ ത്വാലിബ് നോക്കി വർക്ക് ബുക്ക് ചെയ്യുക. നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ വർക്ക് എന്താണ്? നുൻഷിൽ ജുമൽ, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. 1, മോനെ. മോനെ, കളവ് പറയരുത്. വിശ്വാസി, സത്യവിശ്വാസി കളവ് പറയുകയില്ല. സത്യം, നീ എന്താണ് സത്യം പറയാൻ കാരണം? കളവ്, സത്യവിശ്വാസം ഒരിക്കലും കളവ് പറയുകയില്ല. നല്ല, അവർ തൗബ ചെയ്ത് നല്ലവരായി തീർന്നു. യാത്ര, കച്ചവടക്കാരുടെ കൂടെയായിരുന്നു യാത്ര. രണ്ടാമത്തെ വർക്ക് നുൻഷിഉൽ കലിമാത്ത്, പദങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് പദം ഉണ്ടാക്കുക. നാണയങ്ങൾ. ക്ര, ആക്രമിച്ചു. ന്ത, സത്യസന്ധത. സ്വ, വിശ്വസിച്ചു. ഗ്ര, ഗ്രാമം. മൂന്നാമത്തെ വർക്ക് നുജീബ്, ഉത്തരം എഴുതാ. ചോദ്യം 1, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എവിടെയാണ് ജനിച്ചത്? ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ്. ചോദ്യം 2, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ പേരെന്ത്? അബൂ സാലിഹ്. ചോദ്യം 3, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആരാണ്? ഫാത്തിമ. നാലാമത്തെ ചോദ്യം, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ എന്താണ് പറഞ്ഞത്? മോനെ, കളവ് പറയരുത്.
സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. ചോദ്യം 5. കൊള്ളക്കാർ അത്ഭുതപ്പെടാൻ കാരണമെന്ത്? ജീലാനിയുടെ സത്യസന്ധത കണ്ട്. 6. ചോദ്യം. കൊള്ളക്കാർ നല്ലവരായി തീരാൻ കാരണമെന്ത്? ജീലാനിയുടെ സത്യസന്ധത കണ്ട്. 4. വർക്ക് നംനഉൽ ഫറാഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. 1. ഇറാനിലെ ജീലാൻ ഗ്രാമത്തിലാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ചത്. 2. ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ധത കൊള്ളക്കാർ മനസ്സ് മാറ്റി. 3. ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. 4. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. 5. ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നേടാൻ ബഗ്ദാദിലേക്ക് പോയി. അല്ലാഹു മഹാന്മാരെ സ്നേഹിക്കാനും അവിടത്തെ പാത പിൻപറ്റാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.